തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി വിഷയീഭവിപ്പിക്കുന്ന വാക്യം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യം. നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. യേശുക്രിസ്തു പടകിൽ ഉണ്ടായിരുന്ന സമയത്ത് കാറ്റും കോളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ശിഷ്യന്മാര് പടക് മുങ്ങുവാൻ പോകുന്നു എന്നുള്ളതായ ആധിയിൽ ഗുരു രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. യേശു അവരോട് പറയുകയാണ്, അല്പവിശ്വാസികളായി നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത് എന്ന് പറഞ്ഞ് കാറ്റിനെയും ഓളത്തെയും ശാസിച്ചു. അങ്ങനെ അവർക്ക് സ്വസ്ഥത ലഭിക്കുന്നതായ ഒരു അനുഭവമാണ് നാം അവിടെ വായിച്ചു കേൾക്കുന്നത്. യേശു അമരത്ത് ഉള്ളപ്പോൾ പ്രത്യാശയോടെ പ്രയാസമില്ലാതെ ഇരിക്കണം എന്നുള്ളതാണ് യേശു അവർക്ക് നൽകുന്നതായ ഒരു ദൂത്. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങളും നേരിടേണ്ടതായി വരാം. വിശ്വാസധീരരെന്നോ ആത്മീയ നേതാക്കളെന്നോ ഒന്നുമുള്ള വ്യത്യാസം ഇക്കാര്യത്തിൽ പ്രസക്തമല്ല. അവ ആരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകാം. ഓരോരുത്തരും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ആത്മീയ മണ്ഡലത്തിൽ ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാമെന്ന് കരുതേണ്ടതില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അവർക്ക് കരുത്തു പകരും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ഭയത്തെയും ആശങ്കകളെയും നീക്കാനും ധൈര്യവും ആത്മവിശ്വാസവും പകരുവാനും ദൈവ സാന്നിധ്യം നമുക്ക് ഇടയാക്കും. പടകിൽ വിശ്രമിച്ചിരുന്നവനായ ക്രിസ്തു ശിഷ്യന്മാരുടെ സന്ദേഹവും പരിഭ്രാന്തിയും കണ്ട് അവരുടെ വിശ്വാസത്തെപ്പറ്റി അദ്ദേഹത്തിന് ഖേദമുണ്ടാവുകയാണ്. പകലത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച ശേഷം വിശ്രമത്തിനായി ഗലീല തടാകത്തിന്റെ മറുകരയിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഈ സംഭവം. തികച്ചും അപ്രതീക്ഷിതമായി തടാകം പ്രക്ഷുബ്ധമായി. സമുദ്രനിരപ്പിൽ നിന്ന് 686 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിന്റെ ഉപരിതലത്തിൽ വായുസമ്മർദ്ദമുണ്ടായി. പെട്ടെന്ന് കാറ്റും തിരമാലകളും ഉയരുകയായിരുന്നു. തടാകത്തിന്റെ ഭ്രാന്തമായ ഈ സ്വഭാവം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അപരിചിതമല്ല. അവരിൽ മിക്കവരും ഈ തടാക തീരത്ത് നിന്നുള്ളവരും തടാകത്തിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവരുമാണ്. എങ്കിലും പെട്ടെന്നുണ്ടായ മാറ്റം അവരിൽ ഭയവും പരിഭ്രാന്തിയും ഉളവാക്കി. ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിണതപ്രജ്ഞരെയും ചിലപ്പോൾ അസ്തപ്രജ്ഞരാക്കും. എന്തു ചെയ്യണമെന്ന് അറിയാതെ മിഴിച്ചു നിന്നു എന്ന് വരാം. ജീവിതത്തിൽ കൊടുങ്കാറ്റ് ഉയരുമ്പോഴും അലമാലകൾ അലറി വിളിക്കുമ്പോഴും നമ്മുടെ ജീവിത നൗകയുടെ അമരത്ത് ദൈവമുണ്ടെങ്കിൽ ഭയത്തിന് സ്ഥാനമില്ല. അവിടുന്ന് കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ ശക്തിയുള്ളവനാണ്. അവിടുത്തെ നിയന്ത്രണത്തിൽ വരാത്തതായി ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവിടുന്നാണ്. ദൈവം നമ്മെ നിയന്ത്രിക്കുകയും വഴി നടത്തുകയും നായകനായിരിക്കുകയും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.